എല്ലാവർക്കും അനൂസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു പുഡിംഗ് ആണ് ഉണ്ടാക്കുന്നത്. ക്രിസ്മസിനൊക്കെ നമുക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി പുഡിംഗ് ആണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു ബട്ടർ കേക്ക് അല്ലെങ്കിൽ വാനില കേക്ക് വേണം. ഞാനിവിടെ ഒരു 1/4 കിലോയുടെ ഒരു ചെറിയ ബട്ടർ കേക്ക് ഇതുപോലെ കഷ്ണം കട്ട് ചെയ്ത് പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അധികം കനമില്ലാത്ത പീസായിട്ട് എടുത്ത് വെക്കുക. ബട്ടർ കേക്കാണ് ഏറ്റവും നല്ലത് കേട്ടോ. നല്ല ബട്ടർ ടേസ്റ്റ് ഒക്കെ വരുമ്പം പുഡിംഗ് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അതല്ല നിങ്ങൾ വേറെ ഏതെങ്കിലും ഫ്ലേവറിലുള്ള കേക്കാണ് എടുക്കുന്നതെങ്കിൽ പുഡിങ്ങിന് ആ കേക്കിൻ്റെ ടേസ്റ്റ് ആയിരിക്കും, അത്രേ ഉള്ളൂ. പിന്നെ നമുക്കൊരു 2 കപ്പ് അല്ലെങ്കിൽ 1/2 ലിറ്റർ പാൽ വേണം. പശുവും പാലാണ്. ഇതിനകത്തുനിന്ന് ഒരു 1/2 കപ്പ് പാല് നമുക്ക് വേറൊരു ചെറിയ ബൗളിലോട്ട് ഒഴിച്ചു വെക്കാം. ഇനി ഇതിനകത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇത് വാനില കസ്റ്റാർഡ് പൗഡറാണ്. ഈ കേക്കിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ വേറെ ഏതെങ്കിലും ഫ്ലേവറിലുള്ള കസ്റ്റാർഡ് പൗഡർ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ കസ്റ്റാർഡിൻ്റെ ടേസ്റ്റ് ആയിരിക്കും പുഡിങ്ങിന് ഉണ്ടാവുക. അപ്പോൾ ഇതിന് കട്ടയൊന്നും ഇല്ലാണ്ട് നമുക്കത് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് റെഡിയായി. ഇനി ഒരു പാനിലോട്ട് ബാക്കിയിരിക്കുന്ന 1/2 കപ്പ് പാൽ ഒഴിക്കാം. ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ കേക്കിൽ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുകൊണ്ട് കസ്റ്റാർഡിന് ആവശ്യത്തിന് മാത്രം പഞ്ചസാര ചേർത്താൽ മതി. അപ്പോൾ ഞാനൊരു വലിയ സ്പൂണേ ചേർത്തിട്ടുള്ളൂ. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ പഞ്ചസാര ഫുള്ള് പാലിൽ അലിയണം. പാല് ചെറുതായിട്ടൊന്ന് ചൂടായി വരുകയും വേണം. തിളയ്ക്കേണ്ട ആവശ്യമില്ല, ചൂടായാൽ മാത്രം മതി. അപ്പോൾ ഇത് പഞ്ചസാര അലിഞ്ഞ് പാല് നന്നായിട്ടൊന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കസ്റ്റാർഡ് ഇതിനകത്തേക്ക് ഒഴിച്ച് കുറുക്കിയെടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് ചെയ്യണം കേട്ടോ. കസ്റ്റാർഡ് ഒഴിച്ചിട്ട് നമ്മൾ തീ കൂട്ടി വെച്ച് കുറുക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കുറുകി വരികയും ചെയ്യും. അത് ചിലപ്പോൾ അടിയിൽ പിടിക്കുകയും ചെയ്യും. കസ്റ്റാർഡൊക്കെ അടിയിൽ പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പം അതുകൊണ്ട് ചെറിയ തീയിലിട്ടിട്ട് കുറുക്കിയെടുക്കുക. അതുപോലെ ഇത് ഒത്തിരി ഇങ്ങനെ തിക്കായിട്ട് കുറുകി വരണ്ട. നമ്മളിത് കേക്കിൻ്റെ മുകളിൽ ഒഴിക്കുമ്പം നന്നായിട്ട് ഈ കസ്റ്റാർഡ് കേക്കിലോട്ട് പിടിക്കണം. മനസ്സിലായി? അപ്പോൾ ആ ഒരു രീതിയിൽ കുറച്ച് ലൂസായിട്ട് വേണം നമ്മൾ കുറുക്കിയെടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇതേ കസ്റ്റാർഡ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ മതി. കണ്ടോ? ഇതിപ്പോൾ നല്ല ചൂടായതുകൊണ്ടാണ് ഇത്രയും ലൂസായിട്ട് തോന്നുന്നത്. നമ്മൾ കേക്കിലൊക്കെ ഒഴിച്ച് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാനൊക്കെ വെച്ചത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ അതൊന്ന് കുറുകി വരും. അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് പുഡിംഗ് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിൽ ആദ്യത്തെ ലെയറായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച കേക്കിൻ്റെ പീസുകൾ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഒരു ലെയർ ഫുള്ള് വെക്കണം കേട്ടോ. ഇടയ്ക്കൊന്നും അധികം ഗ്യാപ്പില്ലാതെ ഇതുപോലെ വെക്കണം. അപ്പം നമുക്ക് കസ്റ്റാർഡൊക്കെ ഒഴിച്ചിട്ട് ഇത് സെറ്റായി വരുമ്പോൾ ഇങ്ങനെ പീസായിട്ട് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ച കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ചൂടോടുകൂടി തന്നെയാണ് ഒഴിക്കുന്നത്. നന്നായിട്ട് കേക്കിലോട്ടങ്ങ് പിടിക്കും ഈ കസ്റ്റാർഡൊക്കെ. അത്യാവശ്യം നല്ല അളവിൽ തന്നെ ഒഴിക്കണേ. നമ്മൾ എടുത്തതിൻ്റെ ഒരു പകുതിയോളം ഇപ്പോൾ അങ്ങ് ഒഴിച്ചാൽ മതി. ഇനി ഇതിൻ്റെ മുകളിൽ അടുത്തൊരു ലെയറായിട്ട് ഞാൻ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി ഇടുന്നുണ്ട്. ഇതിന് പകരം ഒന്നുകിൽ നിങ്ങൾക്ക് ഈ ചുവന്ന ചെറി ഉണ്ടല്ലോ ബേക്കറികളിലൊക്കെ കിട്ടുന്ന, അത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിടാം. അല്ലെങ്കിൽ ഫ്രഷ് ഫ്രൂട്ട്സ്, അതായത് ആപ്പിൾ പോലുള്ള ഫ്രൂട്ട്സ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വേണമെങ്കിലും ഇടാം. അത് ഈ കസ്റ്റാർഡിന് നമ്മൾ ഫ്രൂട്ട് കസ്റ്റാർഡൊക്കെ കഴിക്കുന്ന പോലെ ആ കസ്റ്റാർഡും ഫ്രഷ് ഫ്രൂട്ട്സും ഒക്കെ വരുമ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇനി വീണ്ടും നമ്മൾ ബാക്കിയിരിക്കുന്ന കേക്ക് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ലെയറായിട്ട് വെക്കുക. അതിൻ്റെ മുകളിൽ വീണ്ടും കസ്റ്റാർഡ് ഒഴിക്കാം. ബാക്കിയിരിക്കുന്ന കസ്റ്റാർഡ് ഫുൾ അതിനകത്തേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതിങ്ങനെ ഒത്തിരി ലൂസായിട്ടിരിക്കുന്നത് കൊണ്ട് അത് പുഡിങ് ലൂസായി പോയില്ലെന്ന് വിചാരിക്കേണ്ട. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് ശരിയാവും. അതിൻ്റെ മുകളിൽ വീണ്ടും ട്യൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം. ട്യൂട്ടി ഫ്രൂട്ടി അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഏതെങ്കിലും. ഓക്കെ, ഇനി നമുക്ക് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്. ഒരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ ഇരുന്ന് കഴിയുമ്പം ആ കേക്കിലോട്ടൊക്കെ നന്നായിട്ട് കസ്റ്റാർഡ് പിടിച്ച് നല്ല സെറ്റായി വരും. ഇത് ഒരു ദിവസം മുന്നേ വേണമെങ്കിലും ഉണ്ടാക്കി വെക്കാം. തലേ ദിവസമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അടുത്ത ദിവസം വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇത് ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ച പുഡിങ്ങാണ്. ഇപ്പോൾ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. കണ്ടോ? കസ്റ്റാർഡൊക്കെ നല്ലതായിട്ട് കേക്കിലോട്ട് പിടിച്ച് വന്നു. ഇനി ഇത് നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം. ഇങ്ങനെ തന്നെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടാവും. പക്ഷെ ഞാൻ ഇതിനകത്ത് കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് എൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്ത് നന്നായിട്ട് തിക്കായിട്ട് ബീറ്റ് ചെയ്ത് എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതും കൂടി വരുമ്പം കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റാണ്, നല്ല ക്രീമി ആയിട്ട് കിട്ടും.
ഇത് നമ്മൾ കേക്കിനൊക്കെ യൂസ് ചെയ്യുന്ന ഫിയോണ വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ അതിനകത്ത് മധുരമുണ്ട്, അതുകൊണ്ട് എക്സ്ട്രാ പിന്നെ പഞ്ചസാര ഇതിനകത്ത് ചേർത്തിട്ടില്ല. ഇനിയിപ്പോൾ വിപ്പിംഗ് ക്രീം അല്ലെങ്കിൽ ഫ്രഷ് ക്രീം വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് തിക്കായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് മുകളിലൊരു ലെയർ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇത് വീണ്ടും ഒരു അരമണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം. ജസ്റ്റ് ആ ക്രീം ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം അരമണിക്കൂർ വെച്ചിട്ട് എടുക്കാം. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞു, നമ്മുടെ പുഡിംഗ് റെഡിയായി. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാൻ ജസ്റ്റ് എൻ്റെ മുകളിൽ ആ ടൂട്ടി ഫ്രൂട്ടി തന്നെ ഒന്ന് ഇട്ട് കൊടുക്കുവാണ്. ആ പച്ചയും ചുവപ്പും ഒക്കെ ആകുമ്പോൾ നല്ല കളർഫുൾ ആയിരിക്കും, ഒരു ക്രിസ്മസ് തീം കിട്ടുമല്ലോ. അപ്പോൾ വെറുതെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ പുഡിംഗ്. ഓക്കെ, ഇത് നമുക്കിനി ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. നമ്മൾ ആ കേക്കൊക്കെ ഇങ്ങനെ 2 ലെയറായിട്ട് വെച്ചിരിക്കുന്നുണ്ട്. ഇതുപോലെ ചെറിയ പീസുകളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു അളവിൽ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു 6 പീസൊക്കെ നമുക്ക് ഇതിനകത്ത് കട്ട് ചെയ്തെടുക്കാവേ. അപ്പോൾ ഇതാണ് നമ്മുടെ പുഡിംഗ്. ഒരു ലെയർ കേക്ക്, നല്ല ബട്ടർ കേക്കിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ കസ്റ്റാർഡ്, ക്രീമും ഇടയ്ക്ക് ട്യൂട്ടി ഫ്രൂട്ടിയും ഒക്കെ കഴിക്കാൻ കിട്ടുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ക്രിസ്മസിനൊക്കെ നമുക്ക് അധികം സമയം എടുക്കാതെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പുഡിംഗാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.